ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ദൈവത്തെ ശുശ്രൂഷിക്കാൻ ലോകത്തെ വിട്ട് മഠത്തിൽ ചേരുക എന്ന ദൈവസ്വരം ശ്രവിച്ച ഹെലൻ എന്ന പെൺകുട്ടി. എന്നാൽ മഠത്തിൽ ചേരാൻ പണമില്ല. അവസാനം അവൾ ഒരു വീട്ടു ജോലിക്കാരിയായി. അങ്ങനെ പണം ശേഖരിച്ചു, മഠത്തിൽ ചേർന്നു. ഒപ്പം പ്രാർത്ഥനയും ഉപവാസവും കൈമുതൽ. 1933 മെയ് 1 നിത്യവ്രത വാഗ്ദാനം. മറ്റെല്ലാ സിസ്റ്റേഴ്സിൻ്റെയും വീടുകളിൽ നിന്ന് ധാരാളം ബന്ധുജനങ്ങൾ എത്തിച്ചേർന്നു. അവരെല്ലാം സൽക്കാരങ്ങളിലും മറ്റ് ആഘോഷ പരിപാടികളിലും മുഴുകി. എന്നാൽ പണമില്ലാത്തതിൻ്റെ പേരിൽ ഹെലൻ്റെ വീട്ടിൽ നിന്ന് ആരും എത്തിയില്ല. അവൾ ദിവ്യ സന്നിധിയിൽ അൾത്താരയ്ക്ക് മുന്നിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ തൻ്റെ സമയം മുഴുവൻ ചെലവഴിച്ച് സ്നേഹം പങ്കിട്ടു. ഈ ഹെലനാണ് പിന്നീട് ദൈവ കരുണയുടെ വക്താവായി ദൈവം തെരഞ്ഞെടുത്ത ഫൗസ്റ്റീന കൊവാൾസ്ക. സങ്കീർത്തനം 89:17 പറയുന്നു, അങ്ങാണ് ഞങ്ങളുടെ ശക്തിയും മഹത്വവും, അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. ഈ സമയം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ഓർക്കുക, ദാരിദ്ര്യത്തിൻ്റെ പേരിൽ ദൈവം ആരെയും പിന്തള്ളുന്നില്ല, പകരം അവരെ ഉയർത്തുകയാണ്. അത് ചിലപ്പോൾ കഴിവിൻ്റെ ദാരിദ്ര്യമാകാം, ചിലപ്പോൾ ആരോഗ്യത്തിൻ്റെ ദാരിദ്ര്യമാകാം, സമ്പത്തിൻ്റെ ദാരിദ്ര്യമാകാം, അംഗീകാരത്തിൻ്റെ ദാരിദ്ര്യമാകാം. എന്തായാലും ദൈവം അനുവദിച്ചത് സന്തോഷത്തോടെ സ്വീകരിക്കുക, ദൈവകരങ്ങളിൽ അഭയം തേടുക. ഈ നിമിഷം ഇത് ശ്രവിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ എല്ലാവരെയും ആവരണം ചെയ്യട്ടെ. ആമേൻ.